മുതലപ്പുഴയിലെ അപകടങ്ങളിൽ താൽക്കാലിക പ്രശ്നപരിഹാരം. മന്ത്രിതല യോഗത്തിലെ തീരുമാനമനുസരിച്ച് പൊഴിയിൽ തകർന്നു വീണ കല്ലുകളും ടെട്രാപോഡുകളും മുഴുവനായി നീക്കി. പൊഴിക്ക് സമീപമുള്ള ഡ്രഡ്ജിംഗ് ജോലികളും ആരംഭിച്ചു. അതേസമയം സാൻഡ് ബൈപ്പാസിംഗ് അടക്കമുള്ള പ്രധാന പദ്ധതികൾ ഇപ്പോഴും ഫയലിലാണ്. മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരത്തിനുള്ള പ്രധാന നിർദ്ദേശങ്ങളാണ് നടപ്പായത്. ടൌട്ടെ ചുഴലിക്കാറ്റിൽ തകർന്നു വീണ 140ഓളം ടെട്രോപോഡുകളും 700ഓളം കല്ലുകളും പൊഴിയിൽ നിന്ന് നീക്കി. തൂത്തുക്കുടിയിൽ നിന്ന് എത്തിച്ച കൂറ്റൻ ലോങ് ബൂം ക്രെയിൻ ഉപയോഗിച്ച് മാസങ്ങളെടുത്തായിരുന്നു പ്രവർത്തനം. കല്ലിന്റെയും ടെട്രോപോഡുകളുടെയും അവശിഷ്ടമാണ് പലപ്പോഴും അപകടത്തിന് കാരണമായിരുന്നത്. ഡ്രഡ്ജിങ്ങിനായുള്ള സംവിധാനങ്ങളും കഴിഞ്ഞ ദിവസം പൊഴിയിലെത്തിച്ചു. ഡ്രഡ്ജിങ്ങിന് ശേഷം മത്സ്യബന്ധന യാനങ്ങൾക്ക് വഴികാട്ടുന്ന നാവിഗേഷൻ ബോയികൾ സ്ഥാപിക്കും. ഇതേ ഉപയോഗത്തിനുള്ള ഗൈഡ് ലൈറ്റ് ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. ജൂലൈ 31 ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ അദാനി ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായത്. അതേസമയം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനോടുള്ള നിർദ്ദേശങ്ങൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. തെക്ക് ഭാഗത്തെ മണൽ വടക്ക് ഭാഗത്തേക്ക് മാറ്റുന്ന നടപടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. പ്രവർത്തനങ്ങൾ യഥാക്രമം നടക്കുന്നുണ്ടെന്നും ഡ്രഡ്ജിങ്ങിന് ശേഷം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുമെന്നും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.